സുഹൃത്തുക്കളെ, നമസ്കാരം. അടുത്ത വർഷം ആദ്യം കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് അധികാരത്തിൽ വരിക എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ സെമി ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇത് ശരിക്കും സെമി ഫൈനൽ അല്ല, ഫൈനലിലെ ആദ്യ കളി എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന മുന്നേറ്റം അത് ഏത് ഭാഗത്തായാലും ആ വിഭാഗത്തിന് ജനമനസ്സിൽ സ്വാധീനമുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും. അതുകൊണ്ട് തന്നെ മുന്നിലെത്തിയ ഏത് മുന്നണിയാണോ അത് അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ നിലവിൽ രണ്ടാം ടേമിലെത്തി 10 വർഷം ഭരണം തികയ്ക്കുന്ന ഇടതുമുന്നണിയുടെ പിണറായി സർക്കാർ ആണ് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ അപ്രതീക്ഷിതമായി ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൈമാറിയ ചില സൗജന്യങ്ങളും സൗകര്യങ്ങളുമാണ് പിണറായിക്ക് തുടർഭരണം ഉണ്ടാക്കിക്കൊടുത്തത് എന്ന് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട്. പെൻഷൻ വർധനവും സൗജന്യ കിറ്റ് വിതരണവും ഒക്കെയാണ് അന്ന് പിണറായി വിജയനും ഇടതുമുന്നണി സർക്കാരിനും അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊടുത്തത്. ഇപ്പോഴും ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിന് 2 ആഴ്ച മുമ്പ് വളരെ കരുതിക്കൂട്ടി മുഖ്യമന്ത്രി വലിയ വാഗ്ദാനങ്ങളും വലിയ പ്രഖ്യാപനങ്ങളും വലിയ ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. പച്ചയായി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിൽ മുഖ്യമന്ത്രിയെയോ ഇടതുപക്ഷ സർക്കാരിനെയോ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തേണ്ടതില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിലിരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഇത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ നടത്തും. അതാണ് പിണറായി വിജയനും നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരുമോ എന്ന കാര്യത്തിൽ അത്ര ഉറപ്പു പറയുവാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും തയ്യാറാകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ പല തെരഞ്ഞെടുപ്പുകളും നടന്നു. ലോക്സഭയിലേക്ക് ഒരു പൊതുതെരഞ്ഞെടുപ്പും ഉണ്ടായി. നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. തൃക്കാക്കര മണ്ഡലത്തിൽ PT തോമസ് മരിച്ച ഒഴിവിലും, പുതുപ്പള്ളിയിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിൻ്റെ ഒഴിവിലും, അതിനുശേഷം നിലമ്പൂരിലും പാലക്കാടും ഒക്കെ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയുണ്ടായി. ഈ 4 ഉപതെരഞ്ഞെടുപ്പിലും UDF-ഉം കോൺഗ്രസും പൂർവ്വകാലത്തേക്കാൾ ശക്തമായ വോട്ട് നേടി ജയിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് രാഷ്ട്രീയ നിരീക്ഷകർ കൊടുത്ത നിർവചനം എന്നത് കേരളത്തിൽ എല്ലാ മേഖലകളിലും ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് എന്നത് ഇടതുപക്ഷ മുന്നണിയാണ് ആലോചിക്കേണ്ടത്. ഒരു കാര്യം ശരിയാണ്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിലെ ഏതാണ്ട് 1/2 ഡസനിലധികം മന്ത്രിമാർ വലിയ കാര്യശേഷിയില്ലാത്ത, കാര്യപ്രാപ്തിയില്ലാത്ത, കഴിവുകെട്ട മന്ത്രിമാരാണ് എന്ന അഭിപ്രായം ഇടതുമുന്നണിയിൽ തന്നെ ഉയർന്നതാണ്. അതിനു പുറമെയാണ് ധനകാര്യമന്ത്രിയുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തതിലുള്ള പാളിച്ചകൾ വഴി ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയത് എന്ന വസ്തുത. പിന്നെ അതിനെല്ലാം ഉപരിയായി സർക്കാരിലെ പല ഉത്തരവാദപ്പെട്ട ആൾക്കാർക്കും എതിരെ ഉയർന്നു വന്ന പലതരത്തിലുള്ള അഴിമതികളുടെയും ആരോപണങ്ങളുടെയും ഒരു മറുവശവും കൂടി നിൽക്കുന്നു.
ഏതായാലും കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ ഇടതുപക്ഷ മുന്നണിക്ക് ഇനി ഒരു തുടർ ഭരണത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പ്രധാനമായും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. എന്നാൽ അതിന്റെ നേട്ടം പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിന് മാത്രമായി കിട്ടും എന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം BJP കേരളത്തിൽ മറ്റൊരു വലിയ ശക്തിയാകാനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ CPM-ൽ നിന്നും അടക്കം ഇടതുമുന്നണിയിലെ ഈ ഭരണത്തോട് മാനസികമായി എതിർപ്പുള്ള ആൾക്കാരുടെ വോട്ടുകൾ ചിന്നിച്ചിതറി കുറെയൊക്കെ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ BJP-യുടെ സ്ഥാനാർത്ഥികൾക്കും മാറുന്ന സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത. ഇതിൽ തന്നെ വളരെ വലിയ തോതിൽ ആകർഷിക്കുവാനും വോട്ട് തട്ടിയെടുക്കുവാനും ഉള്ള എല്ലാ ശ്രമങ്ങളും BJP തന്ത്രപരമായി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ ഏതാണ്ട് 20-ലധികം അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ BJP വലിയ തോതിലുള്ള മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എങ്കിലും സർക്കാരിനെതിരായ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ച് ഒരു പങ്ക് കോൺഗ്രസ് മുന്നണിയിലേക്കും മറ്റൊരു പങ്ക് BJP-യിലേക്കും ചെല്ലുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച എന്നത് ഇടതുമുന്നണിക്ക് പറയാൻ അവകാശമുള്ള കാര്യമാണെങ്കിലും അത് എത്ര കണ്ട് ഫലം കാണും എന്നത് നമ്മുടെ വോട്ട് എണ്ണി ഫലം പ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ അറിയുവാൻ കഴിയൂ എന്നതാണ് ഒരു വസ്തുത.